കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 42ാമത്തെ മെസ്സേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വായിക്കുന്നത്. അന്ധകാരത്തിൻ്റെയും പരിത്യക്ത അവസ്ഥയുടെയും മണിക്കൂറുകൾ അടുത്തെത്തിയിരിക്കുന്നതിനാൽ എൻ്റെ മക്കളെ നിശബ്ദരായിരിക്കരുത്. മനുഷ്യർ ദൈവത്തെയും എന്നെയും അതികഠിനമായി വ്രണപ്പെടുത്തുന്നു. ഒരു ദിവസം ചെയ്യപ്പെടുന്ന പാപങ്ങളുടെ എണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ഭയവും ദുഃഖവും കൊണ്ട് മരിച്ചുപോകും. ഈ സമയം അതീവ ഗൗരവമുള്ളതാണ്. ലോകം കൂടുതൽ മോശമായി കഴിഞ്ഞതിനാൽ ഇപ്പോൾ തന്നെ അത് താറുമാറായിരിക്കുന്നു. എല്ലാം ഒരു ചരടിലെന്ന പോലെ തൂക്കിയിടപ്പെട്ടിരിക്കുകയാണ്. ആ ചരട് പൊട്ടുമ്പോൾ ദൈവത്തിൻ്റെ നീതി ഒരു വെള്ളിടി പോലെ വന്നു പതിക്കുകയും ശുദ്ധീകരണത്തിൻ്റെ ഭീതിതമായ പ്രയാണം പൂർത്തിയാക്കുകയും ചെയ്യും. ലോകം വലിയ ദുരന്തങ്ങളിലൂടെയും രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെയും മഹാഭൂകമ്പങ്ങളിലൂടെയും ക്ഷാമങ്ങളിലൂടെയും മഹാമാരികളിലൂടെയും ഭയാനകമായ കൊടുങ്കാറ്റുകളിലൂടെയും സമുദ്രത്തിലും നദികളിലും ഉണ്ടാകുന്ന പ്രളയത്തിലൂടെയും പീഡിപ്പിക്കപ്പെടും. എന്നാൽ മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന അഗ്നി സ്വർഗത്തിൽ നിന്നിറങ്ങി സകല മനുഷ്യരുടെയും മേൽ പതിക്കുകയും മനുഷ്യരാശിയുടെ നല്ലൊരു ഭാഗം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. വലിയ ദുരന്തങ്ങൾ, സംക്ഷോഭങ്ങൾ, കണ്ണുനീർ, കലാപങ്ങൾ, വേദന എല്ലാം ലോകത്തെ പിന്തുടരും. ഈ ദുഃഖത്തിൻ്റെ മണിക്കൂറുകളിൽ ലോകത്തിന് വേണ്ടത് പ്രാർത്ഥനകളും പരിഹാര പ്രവൃത്തികളുമാണ്. കാരണം മാർപ്പാപ്പായും വൈദികരും സഭയും അപകടത്തിലായിരിക്കും. ജനങ്ങളുടെ മേൽ ഭരണം നടത്തുന്നവർ ഇത് മനസ്സിലാക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരിൽ ക്രിസ്തീയ അരൂപിയില്ല. തങ്ങളുടെ അന്ധതയിൽ അവർക്ക് സത്യം കാണാൻ കഴിയുകയില്ല. ലോകം മുഴുവനിലും വലിയ കുഴമറച്ചിലുകളും സംക്ഷോഭങ്ങളും ഉണ്ടാകും. എല്ലായിടത്തും മനുഷ്യർ ദയലേശമില്ലാതെ മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യും. ദൈവം അഹങ്കാരികളെ ശിക്ഷിക്കും. കത്തോലിക്ക സഭയെ ഉന്മൂലനം ചെയ്യാനായി പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഈ നേതാക്കന്മാരെയും ദുഷ്പ്രവൃത്തിക്കാരെയും നശിപ്പിക്കാനായി അവിടുന്ന് തൻ്റെ ശക്തി ഉപയോഗിക്കുകയും ചെയ്യും. അവരുടെ ദുഷ്ടതയോർത്ത് ദൈവം ചിരിക്കും. തൻ്റെ സർവശക്തമായ വലതുകരത്തിൻ്റെ ഒരു ചലനം കൊണ്ട് അവിടുന്ന് ദുഷ്ടമനുഷ്യരെ ശിക്ഷിക്കും. അന്ധകാര ശക്തികൾക്ക് നരകം വിട്ടു പുറത്തു വരാനുള്ള അനുമതി ലഭിക്കുകയും പിശാചുകളുടെ ഈ വലിയ സൈന്യം ലോകം മുഴുവനെയും കടന്നാക്രമിക്കുകയും ചെയ്യും. ദശലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടും. ചിലർ യുദ്ധത്തിൽ, ചിലർ ലഹളകളിൽ, വേറെയും ദശലക്ഷങ്ങൾക്ക് അവിചാരിതമായി മരണത്തെ നേരിടേണ്ടി വരും. അതെ, ലോകത്ത് അങ്ങോളം ഇങ്ങോളം മനുഷ്യർ പൊടുന്നനെ അപ്രതീക്ഷിതമായി മരിക്കും. പിശാചിൻ്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്നത് പോലെ മനുഷ്യർ വളരെ ആഹ്ലാദത്തോടെ നരകവാതിക്കലേക്ക് ഇരച്ചെത്തുകയാണ്. അതുകൊണ്ട് ദൈവഭയമില്ലാത്തവരും ദുഷ്ടരും കരുണയില്ലാതെ തന്നെ നശിപ്പിക്കപ്പെടും.